ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ആദ്യം എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പർ കണ്ടോ, നമ്മുടെ ന്യൂസ് പേപ്പർ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ കണ്ണാടികളുണ്ടല്ലോ വാഷ് ബേസിൻ്റെ ഫ്രണ്ടിലും മുഖം നോക്കുന്നതാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാം. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കുമെങ്കിലും അറിയാത്തവർക്കൊരു ടിപ്പായിട്ട് അതുകൊണ്ട് നമ്മുടെ വ്ലോഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് കാണിച്ചു തരാം വായോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ കണ്ണാടിയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കണ്ടോ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ കാണാമോ? ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചത്. ഒരു പീസ് ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുരുട്ടി എടുക്കാതെ നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വാഷ് ബേസിൽ നിന്ന് ഒരു സൈഡ് ചെറുതായിട്ട് നനച്ച് കൊടുക്കുക, എന്നിട്ട് വെള്ളം നിർത്തുക. ഒരു സൈഡ് മാത്രമേ ഞാൻ നനച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കേട്ടോ, ഇനി അത് നമ്മുടെ കണ്ണാടിയിലോട്ട് അങ്ങ് നന്നായി ചെറിച്ച് ഇങ്ങനെ കഴുകാം. എൻ്റെ കണ്ണാടി ഞാൻ കൂടെ ഇങ്ങനെ കഴുകാറുണ്ട്, അതുകൊണ്ട് ക്ലീനായിട്ട് കിടക്കണം. ഒരുപാട് ഉണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് അമർത്തിയാൽ മതി കേട്ടോ. പൊട്ടിൻ്റെ സ്റ്റിക്കറൊക്കെ ചിലർ ഈ കണ്ണാടിയിൽ പൊട്ടൊക്കെ ഒടിച്ച് വെച്ചിരുന്ന ഒരു ശീലമുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി, ക്ലീനാവും. അതെ, നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇതാണ് നമ്മൾ തുടച്ച ഭാഗം. ഇനി ഇപ്പുറത്തെ സൈഡ് കേട്ടോ, സാധാരണ അതായത് അധികം നനഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് നനഞ്ഞാൽ വേറെ പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ അധികം അപ്പുറത്ത് നനയാത്തത് കൊണ്ട് ഞാൻ ആ ഉണങ്ങിയ ഭാഗം കൊണ്ട് നന്നായിട്ട് വീണ്ടും ചെയ്യും. ക്ലീനായി വരുക. അപ്പോൾ അതെ, നല്ല സൂപ്പർ ക്ലീനായിട്ടാണ് നമ്മുടെ കണ്ണാടി. അപ്പം നിങ്ങളുടെ ഒരു പ്രാവശ്യം നന്നായിട്ട് പേപ്പർ നനഞ്ഞെങ്കിൽ ഇത് മാറ്റിയിട്ട് ഒരു ഡ്രൈ പേപ്പർ വേറെ എടുത്ത് ചെയ്താൽ മതി. എനിക്കിപ്പോൾ അധികം അഴുക്കില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും ഇത് വെച്ച് തന്നെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ടൊന്ന് പറഞ്ഞു തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും റിസൾട്ട് നല്ല കേട്ടോ. വേറെ നമ്മൾ ഡിറ്റർജൻസോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കഴുകണ്ട, സിമ്പിളാണ് സംഭവം. ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അങ്ങനെ തുടയ്ക്കുന്നതാണ്. പുറത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാമല്ലോ, പക്ഷെ അകത്ത് അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമ്മുടെ ഹോളിലുള്ള വാഷ് ബേസിൻ്റെ കണ്ണാടി കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചത് നമ്മുടെ ബാത്റൂമിലെ. അപ്പോൾ ഏത് തരത്തിലുള്ള നമ്മുടെ കണ്ണാടി നോക്കുന്ന, അതായത് മുഖം നോക്കുന്ന കണ്ണാടി ആണെങ്കിലും ചെയ്യാം കേട്ടോ, നല്ല വൃത്തിയാവും. ഇതൊക്കെ നമുക്ക് ഡെയിലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായതുകൊണ്ടാണ് ഒരു ടിപ്പ് ആൻഡ് ട്രിക്കായിട്ട് ഞാൻ ആദ്യം ഇത് തുടങ്ങിയത്. അപ്പോൾ നമ്മളുടെ ഈവനിങ്ങോടുകൂടിയാണ് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, അതായത് ഡിന്നറോടുകൂടി. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കുറച്ച് പാലക്ക് ബ്ലാൻഡ് ചെയ്ത് പ്യൂരി ആയിട്ട് വെച്ചത് കാണിച്ചില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് സോയയോ അതുപോലെ തന്നെ പനീറോ എന്തെങ്കിലുമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാണ് സംഭവം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കോണിട്ട് വെക്കാം, കോൺ പാലക്ക് കേട്ടോ. അതിനായിട്ട് ഫ്രഷ് കോണ് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മതി. പിന്നെ കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, ജീരകം പൊട്ടിച്ചു. ഈ സംഭവങ്ങളെല്ലാം അതിനകത്ത് നിന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കസൂരി മേത്തി ഇത്രയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തു. ഇനി തീ ഓഫ് ചെയ്ത് ഒന്ന് ആറിയതിന് ശേഷം നമ്മുടെ ബ്ലാൻഡ് ചെയ്ത് വെച്ച ആ പാലക്കിൻ്റെ പ്യൂരി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് ഈ രീതിയിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ ആ കടായിലോട്ട് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തീ ഓണാക്കിയിട്ട് നമ്മുടെ കോണുണ്ടല്ലോ, അത് പകുതി വേവിച്ച് വെച്ചേക്കുന്നത്, പകുതിയെല്ലാം ഓൾമോസ്റ്റ് വെന്തിരിക്കുന്നത് തന്നെയാണ്. അതിനകത്തോട്ടൊന്ന് തട്ടിയിട്ടിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സിമ്പിളാണ്, ഈസി റെസിപ്പിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് നോക്കി സെർവ് ചെയ്യാം. അപ്പോൾ അതേ തിളച്ച് വന്നപ്പോൾ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടട്ടെ. കാരണം ഇതിനകത്ത് കുക്കാവാനൊന്നും ഇല്ല, നമ്മുടെ പൊടികൾ വരെ ആ പച്ചമണമൊക്കെ മാറിയതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുക, ഇളക്കിയെടുക്കുക. സംഭവം കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയാണ് ബെസ്റ്റ്, ചപ്പാത്തിയോ പൂരിയോ. നമ്മുടെ പാലക്കും കോണും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം. നല്ലൊരു റെസിപ്പിയാട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയോ പൂരിയോ തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോണിന് വരെ നമുക്ക് സോയ വേണമെങ്കിൽ ഒന്ന് വേവിച്ച് പിഴിഞ്ഞ് ഇതുപോലെ ചേർത്ത് എടുക്കാം. അപ്പോൾ നമുക്ക് പാലക് സോയയാവും. അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യാവേ ഈ പാലക്കൊക്കെ പ്യൂരി ചെയ്ത് വെച്ചിരുന്നാൽ. അപ്പോൾ അതെ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. പാലക് പനീറാണല്ലോ എല്ലാവർക്കും അറിയുന്നത്, അതുപോലെ തന്നെ കോണും സോയൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാന്നേ. അപ്പോൾ എൻ്റെ ഡിന്നർ 2 ചപ്പാത്തിയും കുറച്ച് കറിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
കൂടെ നമ്മുടെ ഉണക്കമുതിരിങ്ങ ജ്യൂസും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ ഒരുവിധം മാറി വന്നുകൊണ്ട് ഇനി മുതൽ അതും കൂടെ അങ്ങ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഡിന്നർ ദേ ചപ്പാത്തി, പാലക്കോണ്, മുന്തിരിങ്ങ ജ്യൂസ്. അപ്പോൾ ഈ പാലക്കോൺ ഒന്ന് ട്രൈ നോക്കൂ. ഒത്തിരി ഹെൽത്തി ആയിട്ടൊരു സൈഡ് ഡിഷാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാത്രിയിൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ട്. തണുപ്പ് മാറുന്നതിൻ്റെ ഒരു സംഭവമാണ് ഈ മഴയെന്ന് പറയുന്നത്. ലാസ്റ്റ് 2-3 ദിവസമായിട്ട് നല്ല ഫോഗായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കിളികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ നാളായി കുരുവികളെയൊക്കെ കണ്ടിട്ട് കേട്ടോ, അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട്. നമ്മുടെ പുല്ലും വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ദേ മെഷീൻ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആളുകൾ അവിടെ നിൽപ്പുണ്ട്, മുട്ടയാക്കി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ എനിക്കറിയത്തില്ല ഇവർ ഇത്രയും ഈ പുല്ലിൽ വെട്ടാൻ എന്തുവാന്ന്. ഞാൻ അതിന് വേണ്ടി കിളിച്ചൊന്നും നിൽക്കുന്ന കണ്ടിട്ടുമില്ല. എനിക്കാണെങ്കിൽ അതങ്ങോട്ട് അലർജി പോവാ, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് തന്നെ കയറുകയാണ്. നമ്മൾ അരച്ചു വെച്ചിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടിഫിനായിട്ട് ഇഡ്ഡലിയും ചട്നിയും കുറച്ച് മുന്തിരിങ്ങ ഫ്രൂട്ട്സ് ബ്രേക്കിനും വെച്ചു. പിന്നെ കട്ടൻ ചായ അല്ല, നമ്മുടെ രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആ ക്ലാസ്സിൽ വെച്ചേക്കുന്നത്. അങ്ങനെ അങ്കുവിൻ്റെ ടിഫിൻ ബോക്സും വെള്ളമൊക്കെ റെഡിയാക്കി. പൈലറ്റ് അവനും റെഡി ആവുന്നുണ്ട്. അവന് പിന്നെ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു പൈലറ്റിൻ്റെ ഒരു എന്താ പറയുക ബാധ കയറും. കുറച്ച് നേരം പ്ലെയിനൊക്കെ ഓടിച്ചിട്ടേ സ്കൂളിൽ പോകത്തുള്ളൂ. സമയമായപ്പോൾ അവൻ സ്വെറ്ററും തൊപ്പിയൊക്കെ വെച്ച് പോവുക, ഇറങ്ങുക. എന്തോ ഒരു വെയിറ്റാന്നറിയോ അങ്കുവിൻ്റെ ബാഗിന്. ആമയുടെ തോട് പോലെ അത് കിടക്കുന്നത്. പൈലറ്റിൽ നിന്ന് ആമയായ അങ്കു. ഓ, എക്സാംസ് കഴിഞ്ഞ് സന്തോഷം. എക്സാം കഴിഞ്ഞ് അവന് എക്സാം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അതാ ഈ പോകുന്നതിന് ഇത്ര സന്തോഷം. അങ്ങനെ 7:45 7 ഡിഗ്രിയാണ്. അവൻ ഇറങ്ങി. ഇപ്പം നേരത്തെ നേരം വെളുക്കും കേട്ടോ. അങ്ങനെ അങ്കു പോയതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് എത്തി. ലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇഡ്ഡലിയും ചട്നിയും തന്നെ കേട്ടോ. ഒരാൾക്ക് അത് 2 ഓഫീസിൽ പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ പുറത്ത് വലിയ വെയിലും കാര്യമൊന്നുമില്ല. പിന്നെ പുല്ല് കാര്യമായിട്ട് വെട്ടുന്നതുകൊണ്ട് ഞാൻ കഥ അങ്ങ് അടച്ചു. കാരണം ഇപ്പോൾ ഹീറ്ററൊന്നും അധികം രാവിലെ പകൽ അങ്ങനെ ഇടത്തില്ല നമ്മുടെ ഹോളിൽ. വലിയ അങ്ങോട്ട് തണുപ്പൊന്നും തോന്നത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇന്ന് എന്താ വെച്ചാലേ വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ രാഖയ്ക്കും അങ്കുനും വഴുതനങ്ങ ഇഷ്ടമല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ നമ്മുടെ ശർമാജിയുടെ കടയിൽ പോയപ്പോൾ 3-4 വഴുതനങ്ങ എടുത്തു. അപ്പോൾ അതിരുന്നത് വാടി തുടങ്ങി. പക്ഷെ തുറന്നു നമ്മൾ വെട്ടി നോക്കിയപ്പോൾ അകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കുറച്ച് മെഴുക്ക് വരട്ടാന്ന്. അത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ കറ കളയണമല്ലോ. ആ കറ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ കറ കളഞ്ഞു ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കാം. കാരണം എന്നാലേ ആ വഴുതനയ്ക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റാണ്. അപ്പം ഞാൻ അങ്ങനെ വാങ്ങാറേ ഇല്ല ഇതേ. അപ്പോൾ ഞാൻ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് തട്ടിയിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മെഴുക്കുവരട്ടി എടുക്കാം. ഇവിടെ ഉള്ളവർ ഇതിനകത്ത് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് ആലു ബേങ്കൻ എന്ന് പറഞ്ഞ് കഴിക്കും. പക്ഷെ എനിക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്നില്ല. എനിക്ക് വഴുതനങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇവിടെ ബാക്കി 2 പേർക്കും വഴുതനങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. എന്തായാലും എനിക്ക് സ്വന്തമായിട്ടായാലും കുറച്ച് കഴിക്കാമല്ലോ. ഇന്നവർക്ക് കൊടുത്തു നോക്കാം. ഇല്ലെങ്കിൽ ഒരു മുട്ട അവർക്ക് കൂടെ സൈഡ് ഡിഷായിട്ട് പൊരിച്ച് കൊടുക്കത്തേ ഉള്ളൂ. എന്തായാലും ഇത് തന്നെയാണ് നമ്മുടെ വെജിറ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് ഒരുവിധം റെഡി. അടച്ചൊന്നും വെച്ചില്ല കേട്ടോ. കാരണം വഴുതനങ്ങ പെട്ടെന്നാകും. പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചട്ടിയും കൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് ആയതിനു ശേഷം മാറ്റി ഇങ്ങനെ എടുക്കുക. കാരണം അതിനകത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അയൺ ആയതുകൊണ്ട് അത് ലീച്ചാവും. ലീച്ചെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിക്കും. അപ്പോൾ അതിലേക്കാട്ടി നല്ലത് നമുക്കത് മാറ്റി ആ ചൂടോടെ മാറ്റി അടച്ച് വെച്ചാൽ അത് ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും. അതെ, അത് അടച്ച് വെച്ചു. പിന്നെ അരിയും കൂടെ അടുപ്പിട്ടു. ഇനി ഒഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയാൽ മതി. ഇനി ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ട് സൈഡിൽ അവർക്ക് മുട്ട പൊരിച്ചു കൊടുക്കാം. പിന്നെ അച്ചാറുണ്ട്. എനിക്ക് ഈ വഴുതനങ്ങയും കുട്ടി ഞാൻ കഴിക്കും. എനിക്ക് ഒഴിച്ചുകറി പോലും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് വഴുതനങ്ങ. അപ്പോൾ അതേ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ പുല്ല് വെട്ടി തുടങ്ങി. പുറത്ത് നോക്കിക്കോ, ആ പൊടി ശബ്ദവും ഉണ്ട്. കണ്ടോ എന്തോരം പൊടിയാ പറക്കുന്നതെന്ന് അറിയാമോ. ഇതാണ് എനിക്ക് ഈ അലർജിയും ശ്വാസം മുട്ടലും തുമ്മലും ഒക്കെ ആയിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ വെട്ടുന്ന ആളുടെ കാര്യം ഒന്ന് അലച്ചൊക്കെ അയാൾ കംപ്ലീറ്റ് മുഖമൊക്കെ മറച്ചൊക്കെ എങ്കിലും അവർക്ക് ആ പൊടിയിലേ ഇത് എപ്പോഴും ഇങ്ങനെ മണ്ണിലിട്ടാണ് വെട്ടുന്നതെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച്
നമ്മുടെ തൂവരപ്പരിപ്പ് ഒന്ന് കഴുകി വെള്ളത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പപ്പായ ഒരെണ്ണം ചെറുത് ഈ വഴുതനങ്ങയുടെ കൂടെ അന്ന് വാങ്ങിയതാണ്, അതും ഇരുന്ന് വാഴി തുടങ്ങി. അതൊന്ന് മുറിച്ചെടുക്കുക. ദേ അതിനകത്തുള്ള കുരുകൾ കണ്ടോ, എന്തോരം കുരുക്കളാണേ. നമ്മുടെ പഴുത്ത പപ്പായയിൽ ഇത്രയും കുരുവേ ഇല്ലാത്ത പപ്പായ നമുക്കിപ്പോൾ കിട്ടും, പക്ഷെ ഇത്രൂരം കുരുവുള്ള പപ്പായ. അപ്പോൾ ഞാനത് തൊലിയൊക്കെ ചെത്തിയിട്ട് പീസാക്കി നമ്മുടെ തൂവരപ്പരിപ്പ് കഴുകി അതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് തിരുമിയിട്ട് അടച്ച് ഹൈ ഫ്ലെയിമിലൊരു 4-5 വിസിൽ കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ തൂവരപ്പരിപ്പ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ആവിയൊക്കെ മാറി തുറന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ അരച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വറുത്തിടാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി ആയിട്ടൊരു ഒഴിച്ചു കറിയും മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ വഴുതനങ്ങ ഇതുകൊണ്ട്, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ അവർ കഴിക്കും, ഇല്ലെങ്കിൽ ഇതും കൂട്ടി അവർ കഴിക്കും. അപ്പോൾ അതേ വറുത്തിട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ഒഴിച്ചു കറി, പപ്പായയും പരിപ്പും ഉടച്ചു കറി. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. എൻ്റെ ലഞ്ചാട്ടോ, എൻ്റെ സ്വന്തം ലഞ്ച്. അതിനകത്ത് കുറച്ച് നമ്മുടെ എരിശ്ശേരി ഒഴിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് മതി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വഴുതനങ്ങയും കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് ഇഷ്ടമാണ്. ഞാൻ വളരെ റെയറാണ് വഴുതനങ്ങ വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ സെറ്റപ്പായിട്ടിരിപ്പുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ടെൻറ്റിങ് അല്ലേ. അതിൻ്റെ ആ തൊലിയുടെ കയ്പൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത. പക്ഷെ പച്ച വഴുതനങ്ങയും കിട്ടും, അത് ഇതിലും ആ ഒരു കയ്പും ചവർപ്പും ഒന്നും കാണത്തില്ല. പക്ഷെ ഗുണം എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ കൂടുതൽ. അപ്പം ഞാനൊരു മുട്ട പുഴുങ്ങിയാണ് വെച്ചത്. എനിക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഇഷ്ടം. ഞാൻ എന്നും ഓരോ മുട്ട കഴിക്കും കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു നേരത്തെ, മെയിൻലി ലഞ്ചിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. കാരണം കാർബിൻ്റെ കൂടെ ഈ മുട്ടയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് ദഹിക്കുമെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കഴിക്കും. അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഓംലെറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നമ്മുടെ പുല്ല് വെട്ടിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, നമ്മുടെ മാവിൻ്റെ അവിടെ കുറേ ഗ്രീൻ പീസ് വളർന്ന് നിൽപ്പല്ലേ, അത് വെട്ടിയോന്നൊരു ഡൗട്ട്. പക്ഷേ അത് വെട്ടിയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ട കുറേ പ്രാവും കാക്കകളും ഒക്കെ ദേ വന്നിരിപ്പുണ്ട്. കാലാവസ്ഥ മാറുന്നതിൻ്റെ തെളിവാണ് ഈ കിളികളൊക്കെ പുറത്തിറങ്ങുന്നത്. നമ്മുടെ പ്രാവും കാക്കയൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ മഴയും കൂടെ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ അവിടെ കിടപ്പുണ്ട്, അവിടെ അത് കുടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിങ്ങ പുതിയതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ വീണ്ടും മുന്തിരിങ്ങ ഇങ്ങനെ വെള്ളത്തിട്ട് കുടിക്കാൻ തുടങ്ങി ഡിന്നറിന്. അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് നമ്മുടെ കിച്ചൻ ജംഗിളിൻ്റെ ഗ്രേപ്സ് ആണ്. നമ്മുടെ ആമസോൺ വഴി ഇതാക്കെ ഓർഡർ ചെയ്ത. ചിലപ്പോൾ അത് ചെറുത് കിട്ടും, ചിലപ്പോൾ വലുത്. ഇപ്രാവശ്യം വലുതാണ് വന്നേക്കുന്നത്. ഈ വലുതിന് വലിയ മധുരമില്ല, ചെറുതാണ് എപ്പോഴും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് നമ്മളൊരു പേപ്പർ പോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അതിനകത്ത് കിടന്നൊരു സംഭവം, അതേ നമ്മുടെ ഈർപ്പം പിടിച്ചെടുക്കുന്ന സാധനം. ഇത് എഡിബിൾ അല്ല, അത് കഴിക്കരുത്, ഹീറ്റ് ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫുഡിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് എനിക്കൊന്ന് സിമ്പിൾ സിലിക്ക പോലത്തെ എന്തെങ്കിലും, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്തുവാന്ന്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കും കേട്ടോ. നമുക്ക് ഈർപ്പമുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. ഈ ഷൂസിൻ്റെ ഒക്കെ കൂടെ ചിലപ്പോൾ കിട്ടും, അത് ചിലപ്പം ഡേഞ്ചറാണെന്ന് പറയുന്ന കേട്ടിട്ട്. ഇതും ഡേഞ്ചർ തന്നെയാണ്. അപ്പം നമ്മുടെ പഴയ മുന്തിരിങ്ങ അതേ ചെറുതായിരുന്നു, അപ്പോൾ അത് കുറച്ച് തട്ടിയിട്ടിട്ട് ബാക്കി ഇതും കൂടി ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലുതാണ്. നമ്മുടെ അഫ്ഗാനി മുന്തിരിങ്ങയില്ലേ, അതുപോലെ അഫ്ഗാനി മുന്തിരിങ്ങയ്ക്ക് കുറച്ച് പുളിയാട്ടോ. അതുപോലെ ഇത് അത്ര പുളിയില്ലെങ്കിലും പുളിയുണ്ട്. ചെറിയ മുന്തിരിങ്ങ എപ്പോഴും നല്ലത്. നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മധുരം അറിയാൻ പറ്റും. ദേ ഫ്രണ്ടിലെ ജനലി നമ്മുടെ പുല്ല് വെട്ടി തുടങ്ങി. പുല്ലൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ നോക്ക്, കുറച്ച് കരിയില മാത്രം. അത് വെട്ടാനാണ് ഈ മെഷീൻ. എന്തോരം പൊടിയാ. അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു കല്ല് പോലെ എന്തോ സാധനങ്ങൾ നമ്മുടെ ഗ്ലാസ്സിൽ വന്ന് അടിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇവരോട് ഞാൻ ഡാറ്റയോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇവർ വെറുതെ എന്തിനാ ഇങ്ങനെ മണ്ണ് വരുത്തി ഇങ്ങനെ എപ്പോഴും പുല്ല് വെട്ടുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പുറത്ത് പൂക്കൾ പുതിയ സെറ്റ് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നമ്മുടെ വ്ളോഗുകളിൽ ഇടാം. അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ വെള്ളപ്പൂ, കുഞ്ഞു പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ സീസൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.